വൈദ്യുത ബില്ല് കുടിശ്ശികയാക്കിയതിന് പിന്നാലെ ട്രാവൻകൂർ സിമന്റ്സിലേക്കുള്ള വൈദ്യുത ബന്ധം വിച്ഛേദിച്ച് KSEB 2 കോടിയിലധികം രൂപയാണ് കുടിശ്ശികയായത്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ടോബി, എന്താണ് KSEBയുടെ നടപടി? വേണു, ഇന്ന് രാവിലെയാണ് ട്രാവൻകൂർ സിമന്റ്സിന്റെ വൈദ്യുതി ബന്ധം KSEB വിച്ഛേദിച്ചത്. ഇതിന് കാരണമായി പറയുന്നത് 2,20,00,000 പരം രൂപ കുടിശ്ശിക വരുത്തിയിട്ടുണ്ട്. ഈ കുടിശ്ശിക അടയ്ക്കാതെ ഇനി പ്രവർത്തിക്കാൻ സാധിക്കില്ല. ഇതിന്റെ പേരിൽ തന്നെയാണ് ഇത് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ ഓരോ മാസവും അടയ്ക്കേണ്ട തുക കൃത്യമായി തങ്ങൾ അടയ്ക്കുന്നുണ്ട് എന്നുള്ളൊരു വിശദീകരണം ട്രാവൻകൂർ സിമന്റ്സിന്റെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് ട്രാവൻകൂർ സിമന്റ്സ്. തൊഴിലാളികൾക്ക് ശമ്പളം നൽകാൻ കാശില്ല, അസംസ്കൃത വസ്തു ഇറക്കുമതി ചെയ്യാൻ പണമില്ല. അങ്ങനെ വലിയൊരു പ്രതിസന്ധിയിലൂടെ പോകുമ്പോൾ സർക്കാർ അതിൽ നിന്നും ഈ കമ്പനിയെ കരകയറ്റാനുള്ള നടപടികൾ നടത്തുന്നുണ്ട്. സ്ഥലം വിറ്റ് ഇതിന്റെ പേരിലുള്ള ട്രാവൻകൂർ സിമന്റ്സിന്റെ പേരിലുള്ള കാക്കനാട് സ്ഥലം വിറ്റ് ഇതിന്റെ കടബാധ്യതകൾ തീർക്കാനുള്ള നടപടികൾ ഒരു വശത്ത് നടക്കുകയാണ്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി KSEBയുടെ ഭാഗത്തു നിന്നും വന്നത്. KSEB വൈദ്യുതി ബന്ധം വിച്ഛേദിക്കരുതെന്ന് നേരത്തെ തന്നെ ഒരു തീരുമാനം ഉണ്ടായിരുന്നതാണ്. സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച KSEBയുമായി നടത്തിയിരുന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെ മുൻകൈയെടുത്താണ് ആ ഒരു ചർച്ച നടത്തിയത്. അന്ന് ഇത്തരത്തിൽ കുടിശ്ശികയുള്ള തുക ഘട്ടം ഘട്ടമായി അടയ്ക്കാനുള്ള ഒരു സാവകാശം കൂടി കമ്പനിക്ക് നൽകിയിരുന്നു. അത് കൃത്യമായി ഏകദേശം 10 വർഷത്തോളമായി ആ കുടിശ്ശികയുണ്ട്. 2,20,00,000 രൂപയാണ്. അത് അടയ്ക്കാനുള്ള സാവകാശം കമ്പനിക്ക് നൽകിയിട്ടുണ്ട്. ആ തുക അടയ്ക്കാനുള്ള സാവകാശം നൽകുന്ന സാഹചര്യത്തിൽ അതിന്റെ പേരിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കരുതെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ ഇത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് KSEB പോയത് എന്നുള്ളൊരു ചോദ്യമാണ് ഇവർ ചോദിക്കുന്നത്. എന്തായാലും ഈ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനെ തുടർന്ന് കമ്പനിയുടെ പ്രവർത്തനം പൂർണ്ണമായി തടസ്സപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും നമുക്കിപ്പോൾ പറയാൻ സാധിക്കും. എന്തായാലും ഈ പ്രശ്നത്തിൽ ഉടനടി സർക്കാരിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകണമെന്നാണ് തൊഴിലാളികളടക്കം ആവശ്യപ്പെടുന്നത്. ശരി, ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.